ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ നാടകീയ നീക്കങ്ങൾ. ശിവസേന ഷിൻഡെ വിഭാഗം അടിയന്തര യോഗം വിളിച്ചു. NCPയിലെ ഇരുവിഭാഗവും ഇന്ന് യോഗം ചേരുന്നുണ്ട്. BJP തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചില്ലെന്ന് അജിത് പവാർ വിഭാഗം വക്താവ് അമോൽ മിത്കരി ആരോപിച്ചു. ഇനി എന്തു വേണമെന്ന് പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും NCP അജിത് പവാർ വിഭാഗം വ്യക്തമാക്കി. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം എന്താണോ അജിത് പവാറും ഷിൻഡെയും ഒക്കെ ഭയന്നിരുന്നത് അത് സംഭവിച്ചു എന്നാണോ ഇപ്പോൾ അവരുടെ വിലയിരുത്തൽ? ഇതെന്തൊക്കെ പൊട്ടിത്തെറികളിലേക്ക് നയിക്കും? ഇപ്പോൾ അജിത് പവാർ അടക്കം ഈ മുന്നണിക്കകത്തെ പാർട്ടികൾക്കിടയിൽ വലിയ ഭിന്നതയുണ്ട് എന്ന കാര്യം പരസ്യമാവുകയാണ്. അജിത് പവാറിന്റെ വക്താവ് തന്നെ, പാർട്ടി വക്താവ് തന്നെ ഇപ്പോൾ വലിയൊരു ചതി മുന്നണിക്കുള്ളിൽ തന്നെ നടന്നു, ഒപ്പം നിന്നവർ തന്നെ കാലുവാരി എന്ന് പരസ്യമായി പറയുന്നു. അത് ബാരാമതിയിൽ, അതായത് അജിത് പവാറിന്റെ ഭാര്യ മത്സരിച്ചെടുത്ത് അവരെ പോലും ഇത്തരത്തിൽ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഉള്ള കാലുവാരൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ ഗുരുതരമാണ്. വലിയ ആരോപണമാണ് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇപ്പോൾ അനൗദ്യോഗികമായ ചില കൂടിക്കാഴ്ചകൾ അജിത് പവാർ നടത്തുകയാണ്. അജിത് പവാറിന്റെ മുംബൈയിലുള്ള വസതിയിൽ ഇപ്പോൾ സുനിൽ തത്കരെ അടക്കമുള്ള ആളുകൾ, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, ഒപ്പം തന്നെ റായ്ഗഡിൽ വിജയിച്ചു വന്ന ഒരേ ഒരു അജിത് പവാർ പക്ഷ MP ആണ്. അദ്ദേഹം അടക്കമുള്ള നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ യോഗം അവിടെ തുടങ്ങുകയും ചെയ്യും. അതിനുശേഷം വൈകിട്ട് തന്നോടൊപ്പമുള്ള എല്ലാ MLA-മാരോടും മുംബൈയിലേക്ക് എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുംബൈയിലെ ഒരു ഹോട്ടലിൽ വെച്ച് യോഗം ചേരുകയും ചെയ്യും 5 മണിയോടെ. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഈ കാര്യത്തിൽ അജിത് പവാറിന് എന്താണ് പറയാനുണ്ടാവുക എന്ന് അറിയാൻ വേണ്ടി കഴിയുക. ഒരുപക്ഷെ വാർത്താ സമ്മേളനം കൂടി അതിനുശേഷം ഉണ്ടാകും. മുന്നണിയിൽ ഈ വിധം തുടർന്നു പോകുന്നതിൽ അർത്ഥമില്ല എന്നൊരു പൊതുവികാരം പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അജിത് പവാറിന് ആകെ ലഭിച്ചത് 4 സീറ്റുകൾ മാത്രമാണ്. വലിയൊരു അവഗണന ഈ ഘട്ടത്തിൽ തന്നെ ഉണ്ടായി എന്ന് അജിത് പവാറിന് അന്നേ അമർഷമുണ്ട്. അതേ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പലപ്പോഴും അദ്ദേഹം വിട്ടുനിന്നത്. നരേന്ദ്രമോദി സംസ്ഥാനത്ത് വിവിധ ഘട്ടങ്ങളിലെത്തി വലിയ റാലികൾ നടത്തിയപ്പോൾ പോലും മുംബൈ ഒഴികെ മറ്റൊരിടത്തും അജിത് പവാറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും അദ്ദേഹം മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് ആശയവിനിമയത്തിനുള്ള സാധ്യതകൾ പോലും ഇല്ലാതാക്കി എന്നുള്ള വിവരം പോലും ആ ഘട്ടങ്ങളിൽ വന്നതാണ്. ഏതായാലും ആ ഒരു അമർഷം, ബാരാമതിയിലടക്കം ഉണ്ടായ ഈ വലിയ തോൽവി അജിത് പവാർ പക്ഷത്തിന് ആ അമർഷം കൂടുതൽ രൂക്ഷമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. ഒപ്പം BJPക്കൊപ്പം തന്നെ ഷിൻഡെയോടും അദ്ദേഹത്തിന് വലിയ എതിർപ്പുണ്ട്. ഷിൻഡെ വിഭാഗം പലയിടങ്ങളിലും കാലുവാരി എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അജിത് പവാറിനെ ഈ സഖ്യത്തിലേക്ക് എടുത്തപ്പോൾ ഷിൻഡെയ്ക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഷിൻഡെയുടെ പ്രധാന പല വകുപ്പുകളും അജിത്തിന് നൽകേണ്ടി വന്നു. ആ ഒരു കാര്യത്തിൽ ഇരു വിഭാഗങ്ങൾക്കിടയിലും ഒരു ഭിന്നത ആ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പോടെ മറനീക്കി പുറത്തു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.